ചിലയിടങ്ങളിൽ നമ്മൾ ചെറിയൊരു മാറ്റം കൊണ്ടുവന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് അത് വലിയൊരു മാറ്റമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഓയിൽ ബോട്ടിൽ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു സിങ്കേരിയൻ്റെ അവിടെ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിമ്മിൻ്റെ ആ ഒരു പെട്ടി ഉണ്ടല്ലോ, പച്ചപ്പെട്ടി, അതും അതേപോലെ തന്നെ അതിൻ്റെ ബോട്ടിലുണ്ട്, വിമ്മിൻ്റെ ആയിട്ട് ഒരു ബോട്ടിൽ. പിന്നെ ബിസ്ക്കറ്റിൻ്റെ ഒരു ചെറിയൊരു കവറുണ്ട്, പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ, അതിലാണ് ആ സ്ക്രബ്ബറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗം ഒരു മൊത്തത്തിൽ ഒരു വൃത്തിയില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ എത്ര ക്ലീൻ ആക്കിയിട്ടല്ലാണ് നോക്കുമ്പോൾ ഒരു വൃത്തികേടായിട്ട് എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കരുതിയിട്ടുള്ളതാണ് ഇതുപോലൊരു സംഭവം മേടിക്കണം എന്നുള്ളത്. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് പല മോഡലിലും പല ഐറ്റംസൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വളാഞ്ചേരിയിലെ ഷോപ്പിൽ പോയ സമയത്ത് ഞാനിതുപോലെ ഒന്ന് നോക്കിയപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ളതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് കൈയൊക്കെ വാഷ് ചെയ്യാനായിട്ടുള്ളതും അങ്ങനെ ഒരു സംഭവമായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് 99 രൂപയാണ്. പക്ഷെ അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ ഇതിന് ഞാൻ റേറ്റ് 149 മീഷോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് പല കളറിലും പല മോഡൽസിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും ഐറ്റംസ് മേടിക്കുമ്പോഴൊക്കെ ഒരു കളർ കോമ്പിനേഷൻ ഇങ്ങനെ നോക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഒരു വൈറ്റ് ഇതിന് ബ്ലാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ടൈലും കാര്യങ്ങളൊക്കെ വൈറ്റ് ആണല്ലോ, അപ്പോൾ ഞാൻ വൈറ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഒരു വൈറ്റ് എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ വേസ്റ്റ് ബാസ്ക്കറ്റും ഒരു ഓഫ് വൈറ്റ് അങ്ങനത്തെ ഒരു കളറാണല്ലോ. അപ്പോൾ എന്തായാലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ, ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും അതേപോലെ തന്നെ ആ പച്ച സ്പോഞ്ചായിട്ട് വരുന്നതും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ആ ഒരു സ്ക്രബ്ബറിൻ്റെ കൂടെ ഇരിക്കുന്ന പച്ച ഉണ്ടല്ലോ, അത് ചെറിയൊരു സോപ്പാണ് കേട്ടോ, സ്മെല്ലുള്ളത്. ഞാൻ നമ്മൾ കിച്ചണിൽ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകുമ്പോൾ കൈ വാഷ് ചെയ്യാനായിട്ടാണ് വെച്ചതാണത്. അതിൻ്റെ താഴെയാണ് ലിക്വിഡ് വെക്കുന്നത് കേട്ടോ. ഈ ഒരു സ്പോഞ്ചുള്ള സ്ക്രബ്ബർ ഉണ്ടല്ലോ, അപ്പോൾ അതിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് താഴത്തുനിന്ന് ആ ലിക്വിഡ് ഇങ്ങനെ മുകളിലേക്ക് വരുന്നത്. നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിട്ടോ. പാത്രങ്ങളെല്ലാം കഴുകി ആ ഒരു ഏരിയ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, നല്ല സെറ്റാക്കി വെച്ചപ്പോൾ കാണാനായിട്ട് നല്ല ലുക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സപ്പോർട്ടൊക്കെ മറക്കല്ലേ.